ഇതാണ് സിറ്റി ഹാളിന്റെ എൻട്രൻസ് ഏരിയ. ഈ എൻട്രൻസ് ഏരിയയിൽ വരുമ്പം ഇടത്തെ വശത്ത് ഒരു സ്കൾപ്ചർ കാണാം. ഈ സ്കൾപ്ചർ പാട്രിക് മക്ഡോവൽ രചിച്ച ബെൽഫാസ്റ്റിലെ പ്രഭുവായ ഫെഡറിക് റിച്ചാർഡ് ചെസ്റ്ററിന്റെ മാർബിൾ സ്മാരകം ആണിത്. മരിച്ച ഏളിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അമ്മ ഹാരിയറ്റ് ആനി വിലപിക്കുന്ന ഈ സ്കൾപ്ചർ ഇവിടെ കാണാം. എൻട്രൻസ് ഏരിയയിൽ നിന്ന് മുന്നോട്ടു പോകുമ്പോൾ സിറ്റി ഹാളിന്റെ സെൻട്രൽ ഏരിയയിലെത്തും. അതേപോലെ നമുക്ക് സെൻട്രൽ ഹാളിൽ നിന്ന് സെൻട്രൽ ഡോമും ഇവിടെ കാണാം. സെൻട്രൽ ഹാളിൽ തന്നെ റിസപ്ഷനും സ്ഥാപിച്ചിട്ടുണ്ട്. പ്രധാന കവാടത്തിലെ സീലിംഗിലെ വലിയ വൃത്താകൃതിയിലുള്ള തുറകൾ താഴികക്കുടത്തിലേക്കുള്ള നേരിട്ടുള്ള ദൃശ്യപാത നൽകുന്നു. ഇത് സന്ദർശക അതിന്റെ രൂപകൽപ്പനയും ഗാംഭീര്യവും അഭിനന്ദിക്കാൻ അനുവദിക്കുന്നു. ബെൽഫാസ്റ്റ് സിറ്റി ഹാളിന്റെ മൊത്തത്തിലുള്ള വാസ്തുവിദ്യ രൂപകൽപ്പനയിലെ ഒരു പ്രധാന ഘടകമാണ് താഴികക്കുടം. അതിന്റെ പ്രതീകാത്മകവും ആകർഷകവുമായ രൂപത്തിന് ഇത് സംഭാവന നൽകുന്നു. ഈ ജനാലയിൽ നിന്ന് അടിക്കുന്ന ആ വെട്ടം പല നിറത്തിൽ ഹാളിന്റെ തറയിലും ഭിത്തിയുടെ ഒരു ഭാഗത്തേക്കും പതിക്കുമ്പോൾ അത് കാണാൻ നല്ല രസമായിരിക്കുന്നു. ഇവിടെ കാണുന്ന എല്ലാ ജനാലകൾക്കും പ്രത്യേക പേര് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണുന്ന ഈ ജനലിന്റെ പേരാണ് സെലിറ്റിക് മിത്സ് ആൻഡ് ലെജൻഡ്സ് വിൻഡോ. ഈ ജനാലയിൽ വരച്ച ചിത്രം കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനത്തെ കളർ ചെയ്ത ജനാലകൾക്ക് വിളിക്കുന്ന പേരാണ് സ്റ്റെയിൻഡ് വിൻഡോസ്. ഓരോ ജനാലകൾക്കും അതിന്റെ ചിത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന ജനലിന്റെ പേരാണ് പാത്വേസ് മെമ്മോറിയൽ വിൻഡോ. അതേപോലെ ഈ ജനലിന്റെ പേര് ദ ഫാമിൻ വിൻഡോ. ഈ ജനലിന്റെ പേരാണ് ദ ഡോക്കേഴ്സ് സ്ട്രൈക്ക് സെനിറ്ററി വിൻഡോ 1907. ഇതിന്റെ പേരാണ് സെലിറ്റിക് മിത്സ് ആൻഡ് ലെജൻഡ്സ് വിൻഡോ. ഈ ലാസ്റ്റിൽ കാണുന്ന ജനലിന്റെ പേരാണ് ദ സ്പാനിഷ് സിവിൽ വാർ വിൻഡോ. ഈ ജാലകം 2015 നവംബർ 24 ചൊവ്വാഴ്ച ബഹുമാനപ്പെട്ട ലോർഡ് മേയർ കൗൺസിലർ ആർഡർ കാർസൺ അനാച്ഛാദനം ചെയ്തു. അപ്പം അതേ ഉള്ളൂ ജനാലയെ കുറിച്ചുള്ള വിവരങ്ങൾ.
ഇനി മെയിൻ ഹാളിൽ നിന്ന് എക്സിബിഷൻ ഹാളിലേക്കാണ് പോകുന്നത്. ഒരു സ്ഥലം, ഒരു കോട്ട, ഒരു നഗരം. നഗരത്തിന്റെ വാസ്തുവിദ്യാ സ്വാത്വം വികസിക്കുന്നു. ഈ ചിത്രത്തിൽ കാണുന്ന ഓരോ ആർക്കിടെക്ചറൽ ബിൽഡിങ്ങും ഇപ്പോഴും ബെൽഫാസ്റ്റിൽ നിലനിൽക്കുന്നു. സിറ്റി ഹാൾ അവയ്ക്കെല്ലാം ഇടയിൽ സ്ഥാനം പിടിക്കുകയും മികച്ചതാക്കുകയും ചെയ്യും. അങ്ങനെയാണ് 1896 ഈ സൈറ്റ് അവർ പ്രപ്പോസ് ചെയ്തത്. ഇത് ബെൽഫാസ്റ്റ് സിറ്റി ഹാളിന്റെ ഒരു ഡയഗ്രാമാണ് അന്നത്തെ കാലത്ത് അവർ ഡിസൈൻ ചെയ്തത്. അത് ഇവിടെ പ്രദർശിപ്പിക്കുന്നു. ടെലിഗ്രാഫ് പത്രത്തിൽ സപ്ലിമെന്ററി പേജിൽ വന്ന ഒരു പിക്ചറാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. ബെൽഫാസ്റ്റ് സിറ്റി ഹാളിന്റെ ഒരു പ്രപ്പോസൽ ചിത്രമാണിത്. ഇവിടെ രണ്ട് വ്യക്തികളുടെ ചിത്രം കാണിക്കുന്നുണ്ട്. അതിലെ ആദ്യത്തെ ചിത്രത്തിൻ്റെ വ്യക്തിയുടെ പേരാണ് ആൽഫ്രഡ് ബ്രിംവെൽ തോമസ്. അദ്ദേഹമാണ് ഈ ബെൽഫാസ്റ്റ് സിറ്റി ഹാള് ഡിസൈൻ ചെയ്തത്. H&J മാർട്ടിനാണ് ഈ ബെൽഫാസ്റ്റ് സിറ്റി ഹാളിൻ്റെ കോൺട്രാക്റ്റ് ഏറ്റെടുത്തത്. ഈ മേളിൽ കാണുന്ന ചിത്രങ്ങൾ എല്ലാം സിറ്റി ഹാൾ കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം എടുത്ത ചിത്രങ്ങളാണ്. ആയിരത്തി 1906 സിറ്റി ഹാൾ പൂർത്തിയാക്കി ഓഗസ്റ്റ് 1 അയർലൻഡിലെ ലോർഡ് ലഫ്റ്റനന്റ് ആബർഡീനിലെ പ്രഭു ഔപചാരികമായി തുറന്നുകൊടുത്തു. ബെൽഫാസ്റ്റിലെ പൗരന്മാരുടെ പുതിയ സിറ്റി ഹാളിനോടുള്ള പ്രതികരണം ആരാധനയും നർമ്മവും കലർത്തുന്നു. മുൻവശത്തെ പ്രവേശന കവാടത്തിലെ പോർട്ട് കോച്ചർ യഥാർത്ഥത്തിൽ ഒരു ശവകുടീരമാണെന്ന് വിറ്റ്സ് പറഞ്ഞു. അതിൽ നിന്നാണ് വിക്ടോറിയ രാജ്ഞി രക്ഷപ്പെട്ട് ഇന്ന് അവൾ അധികാരത്തിൽ നിൽക്കുന്ന പീഠത്തിൽ മുകളിൽ സുരക്ഷിതമായി കയറിയത്. ഇവിടെ പ്രദർശിപ്പിക്കുന്ന ബുക്ക് ബെൽഫാസ്റ്റ് സിറ്റി ഹാൾ പണി കഴിപ്പിച്ച കോൺട്രാക്ടേഴ്സിന്റെ പേരുകളാണ്. ഇവിടെ പ്രദർശിപ്പിക്കുന്ന ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് 2014 നഗരത്തിന് പ്രത്യേകതയുള്ള വർഷമായിരുന്നു. ആദ്യമായി ലോർഡ് മേയർ, ഡെപ്യൂട്ടി ലോർഡ് മേയർ, ഹൈ ഷെരീഫ് എന്നിവയുടെ സ്ഥാനങ്ങളെല്ലാം സ്ത്രീകൾ വഹിച്ച വർഷമാണ് ഇവിടെ പറയുന്നത്. എ യുണീക്ക് ഇയർ ഫോർ ബെൽഫാസ്റ്റ്. ഇവിടെ കാണുന്ന ഇൻഫോർമേഷൻ പറയുന്നത് 1571 എലിസബത്ത് ഒന്നാമൻ രാജ്ഞി 12ാം നൂറ്റാണ്ടിൽ ബെൽഫാസ്റ്റിൽ നിർമ്മിച്ച കൊട്ടാരം ഇംഗ്ലീഷ് പ്രഭുവായ എസെക്സിന് അനുവദിച്ചപ്പോൾ അയർലൻഡിന്റെ ഈ ഭാഗത്ത് ഇംഗ്ലീഷുകാരും ഐറിഷുകാരും സ്കോട്ടുകാരും പരസ്പരം മത്സരിച്ചു. എന്നാൽ ബെൽഫാസ്റ്റിനെ ഒരു കോർപ്പറേറ്റ് പട്ടണത്തിന് അനുയോജ്യമായി ഒരു സ്ഥലമായി കണക്കാക്കണമെന്ന് അദ്ദേഹത്തിന് ദർശനം യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ് 1576 അയാൾ മരിച്ചു. കൂടുതൽ തർക്കത്തിനു ശേഷം 1603 നവംബറിൽ കാരിഫർഗസിന് സമീപമുള്ള ഗവർണറായിരുന്ന സർ ആർത്തർ ചെസ്റ്റർ ബെൽഫാസ്റ്റിന് കോട്ടയും എസ്റ്റേറ്റും അനുവദിച്ചു. ബെൽഫാസ്റ്റ് പട്ടണത്തിന് സ്ഥാപകനായിരുന്നു ചെസ്റ്റർ. ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ ഡീറ്റെയിൽസും എല്ലാ ഇൻഫോർമേഷൻസും നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് അത് സൂം ചെയ്ത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഇവിടെ പ്രദർശിപ്പിച്ച ഫോട്ടോകളെല്ലാം ജൂൺ മാസം 2024 ജയിച്ച മേയർമാരാണ്.
ഈ മേയറിൻ്റെ പേരാണ് ആൻഡ്രൂ മൈക്രോമിക്. ഇതാണ് ലോർഡ് മേയർ. ഈ ലോർഡ് മേയറിൻ്റെ പേരാണ് മിക്കി മുറേ. ആൻഡ് ഹൈ ഷെറിഫ് ഫിയോണ. ഫിയോണ മക്കാറ്റിർ ആണ്. ഈ കാണുന്നതാണ് കൗൺസിലറിൻ്റെ കുപ്പായം, അതായത് നമ്മൾ പറയുന്ന കൗൺസിലേഴ്സ് റോബ്. ഈ മേയർമാർ ഇടുന്ന കുപ്പായമാണ് ഇത്. ഇത് ഓരോ സ്പെഷ്യൽ ഈവൻസിനും അല്ലെങ്കിൽ ഒക്കേഷനിൽ ഇടുന്ന വസ്ത്രമാണ് ഇത്. ഇത് 1915 മുതൽ 1957 വരെ ഇട്ടുകൊണ്ടിരുന്ന ലോർഡ് മേയേഴ്സിൻ്റെ വസ്ത്രമാണ്. അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ, ഇത് എവിടുന്ന് പർച്ചേസ് ചെയ്ത്, ഈ റോബ് എങ്ങനെ യൂസ് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് വായിക്കാവുന്നതാണ്. ഈ കാണുന്ന ചെയർ കിങ് ജോർജ് അഞ്ചാമനും ആൻഡ് ക്യൂൻ മേരി ഓരോ ഒക്കേഷനിൽ ഇരുന്നുകൊണ്ടിരുന്ന ചെയറാണ് ഇവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം സെറമോണിയൽ കീസ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അത് ആചാരപരമായ താക്കോലുകൾ. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ബെൽഫാസ്റ്റിലേക്ക് വരുന്ന സന്ദർശക ഒപ്പുവെക്കുന്നവർ അവരുടെ സന്ദർശനത്തിൻ്റെ ഓർമ്മയ്ക്കായി ലോർഡ് മേയർക്ക് ഒരു ആചാരപരമായ താക്കോൽ സമർപ്പിക്കുന്നു. അപ്പോൾ ആ താക്കോലുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. (1896 മുതൽ 1897 കാലഘട്ടത്തിൽ ബെൽഫാസ്റ്റ് മേയറായിരുന്ന ലോർഡ് പീഴി ഹാർലൻഡ് ആൻഡ് വുൾഫ് ഷിപ്പ്യാർഡ് എന്നിവയുടെ ചെയർമാനായിരുന്നു. കപ്പൽ നിർമ്മാണത്തിലെ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾക്ക് അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഇത് ഒരു ടൈറ്റാനിക്കിൻ്റെ സ്കെയിൽ മോഡലാണ്. ഈ ടൈറ്റാനിക്കിൻ്റെ സ്കെയിൽ മോഡൽ ഒരു അച്ഛനും മകനും കൂടെ നിർമ്മിച്ചതാണ്. ആ വ്യക്തികളുടെ പേരാണ് റോണി ആൻഡ് ഡേവിഡ് ഹോബ്. അത് അവരുടെ വീട്ടിൽ തന്നെ അവർ നിർമ്മിച്ച ഒരു സ്കെയിൽ മോഡലാണ്. അത് ഇവിടെ നമ്മുടെ സിറ്റി ഹാളിൽ പ്രസൻറ്റ് ചെയ്തത്. ഈ കാണുന്ന ഒരു സൈഡ് ബോർഡ് ഇത് ഈ സൈഡ് ബോർഡ് ഹാർലൻഡ് ആൻഡ് വുൾഫ് ഹോൾഡിങ്സ് PLC അവർ ഉണ്ടാക്കിയതാണ് 1912 ഫോർ ദി SS ടൈറ്റാനിക്. പക്ഷെ വാട്ട് വാസ് നോട്ട് കംപ്ലീറ്റഡ് ഇൻ ടൈം, സമയത്തിന് ഉണ്ടാക്കിയില്ല. അവരുടെ വോയേജിന് വേണ്ടി ഇത് പണി തീർന്നില്ലായിരുന്നു. ഇവിടെ അതിനെക്കുറിച്ചൊന്നും പറയുന്നുണ്ട്. The sideboard manufactured destined for the captain's quarters on RMS Titanic, but for some reason this piece never made it on the ship. ഇത് ഷിപ്പയിൽ എന്തോ റീസണും കൊണ്ട് ഇതുവരെ ഷിപ്പയിൽ എത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഈ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്, കാണാം സൈഡ് ബോർഡ്.
ഇതൊരു ചെസ് സെറ്റാണ്, പ്രിവെക്ടർ ചെസ് സെറ്റ്. അപ്പം ഇത് ടൈറ്റാനിക്കിൻ്റെ ചെസ് സെറ്റാണ്. ടൈറ്റാനിക് ചെസ് സെറ്റ് ബൈ ആർട്ടിസ്റ്റ് ആൻറ്റോ ബ്രനൻ പ്രസൻറ്റഡ് ടു CLR അലക്സ് മാസ്കി 21 നവംബർ 2002 കൊടുത്തു. ടൈറ്റാനിക് ട്രിബ്യൂട്ട് പ്രസൻറ്റഡ് ടു ലോർഡ് മേയർ അലക്സ് മാസ്കി MLA. 2002 നവംബറിൽ കൊടുത്തു. ഈ ഹോളിലോട്ട് വരുമ്പോൾ നമുക്ക് കലാ, കായികം, ശാസ്ത്രം എന്നീ മേഖലകളിലെ ആഘോഷിക്കപ്പെട്ട വീരന്മാരെ കാണാം. നിങ്ങൾക്ക് ഇത് വീഡിയോ പോസ് ചെയ്തിട്ട് ഇവരുടെ പേരുകൾ വായിക്കാവുന്നതാണ്. By 1910, Belfast, world's largest linen mills, rope works, tobacco factory, aerated water factory, tea machinery factory, tea manufacturers and distributors, single shipyard, dry dock. അപ്പം ഇതിൻ്റെയൊക്കെ വലിയ ഹബ്ബ് എന്ന് പറയുന്നത് 1910 ബെൽഫാസ്റ്റിൽ. അപ്പം ഇവർ അതിൻ്റെ ഡോമിനൻസ് സോൺ മാറിയത് 1910. അന്ന് ഇവിടെ മിഷണറി വാസ് വൈറ്റൽ ടു ദ ടൗൺസ് ഫിനോമിനൽ സക്സസ്. Linen manufacture grew until Belfast became the world's center for linen production. In 1875, there were over 900,000 spindles working in Belfast and thousands of workers operating them. ഇവിടെ ഈ ചിത്രം പ്രദർശിപ്പിക്കുന്നത് വ്യാവസായിക വികസനങ്ങൾ, പച്ചപ്പ് നിറഞ്ഞ പ്രാന്തപ്രദേശങ്ങൾ, നഗരത്തിന്റെ ഉൾഭാഗത്തെ ഭവനങ്ങൾ, ബെൽഫാസ്റ്റിലെ പല മില്ലുകളും, സ്ത്രീകൾക്ക് കശാപ്പ് ശാലകളും കുട്ടികൾക്കുള്ള തടവറകളും ആയിരുന്നു. ഇതാണ് മാർഗരറ്റ് ബിയേഴ്സ്. മാർഗരറ്റ് ബിയേഴ്സ് ഒരു ഐറിഷ് വിദ്യാഭ്യാസ വീക്ഷണയും ആക്ടിവിസ്റ്റും സാമൂഹിക പരിഷ്കർത്താവും മിഷണറിയും നീണ്ട 19-ാം നൂറ്റാണ്ടിലെ എഴുത്തുകാരിയുമായിരുന്നു. ബെൽഫാസ്റ്റിലെ വിക്ടോറിയ കോളേജിന്റെ സ്ഥാപകയായിരുന്നു അവർ. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം, ഈ ചരിത്രം ഫുള്ള് നിങ്ങൾക്ക് വായിച്ച് ഇവിടെ മനസ്സിലാക്കും കേട്ടോ. ഈ ബെൽഫാസ്റ്റിനെ കുറിച്ചും ബെൽഫാസ്റ്റ് എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടതും ഇതിൻ്റെ ചരിത്രങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇതൊക്കെ വേറെ എവിടെയും കിട്ടത്തില്ല. ഇവർ ശരിക്കും പ്രിസർവ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഡീറ്റെയിൽസ് ഡോക്യുമെൻ്റ് ചെയ്ത് ഇവിടെ ഈ എക്സിബിഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ വന്ന് ഇതൊന്ന് കാണേണ്ടതാണ്. അപ്പം എല്ലാം ഒന്നും പറയാനില്ല, സൂപ്പറാണ്. ഭയങ്കരമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിട്ട് വെച്ചാൽ എല്ലാം ഉണ്ട്, എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. നമ്മുടെ ഇതെടുത്ത് വായിക്കാന്നേ ഉള്ളൂ. താല്പര്യമുള്ളവർ, ഇൻട്രസ്റ്റ് ഉള്ളവർ ഇത് വായിച്ചെടുക്കാന്നേ ഉള്ളൂ. ഈ ഹാളിൽ അവർ ബെൽഫാസ്റ്റ് ഇംഗ്ലീഷിനെ കുറിച്ച് പ്രദർശിപ്പിക്കുന്നു. അൾസ്റ്റർ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹൈബർണോ ഇംഗ്ലീഷ് എന്നും അറിയപ്പെടുന്ന ബെൽഫാസ്റ്റ് ഇംഗ്ലീഷ് വടക്കൻ അയർലൻഡിൽ സംസാരിക്കുന്ന ഇംഗ്ലീഷിന്റെ ഒരു വ്യതിരിക്തമായ ഭാഷയാണ്. ഐറിഷ് ഭാഷയായ അൾസ്റ്റർ സ്കോട്സിന്റെയും വിശാലമായ ഇംഗ്ലീഷ് ഭാഷയുടെയും സ്വാധീനത്താൽ രൂപപ്പെടുത്തിയ വർണ്ണാഭമായതും വ്യതിരിക്തവുമായ ഒരു സങ്കരയിനമാണിത്. അദ്വിതീയമായ ഉച്ചാരണങ്ങൾ, വ്യാകരണം, പദാവലി എന്നിവയാൽ ഈ ഭാഷയുടെ സവിശേഷതയുണ്ട്. ഇത് സംസാര ഇംഗ്ലീഷിന്റെ സമ്പന്നവും വൈവിധ്യപൂർണവുമായ ഒരു രൂപമാക്കി മാറ്റുന്നു.
ഇത് ഇവിടെ കാണിക്കുന്നു പറഞ്ഞത് ദ ബെൽഫാസ്റ്റ് സ്ട്രീറ്റ് 1897 മാപ്പാണ്. ക്യാൻ യു ഫൈൻഡ് ദ സൈറ്റ് ഫോർ ദ ന്യൂ സിറ്റി ഹോൾ? സോ ലെറ്റ്സ് ഫൈൻഡ് ഇറ്റ്. എനിക്ക് ദിസ് ഈസ് ദ സൈറ്റ് ഓഫ് ദ ന്യൂ സിറ്റി ഹോൾ. ഇതെല്ലാം താഴെ തന്നെ അവരിങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിന്റെ പഴയ കാലത്തിലെ സ്ട്രീറ്റിന്റെ മാപ്പാണ്. മാർക്കസ് വാർഡ് ഷില്ലിംഗ്, സിറ്റി ഓഫ് ബെൽഫാസ്റ്റ്, produced from the volumes of corrected up to 1890s scale. പഴയ കാലത്തെ മാപ്പിന്റെ ഒരു പിക്ചർ അവര് ഇത് പ്രിന്റ് ചെയ്തിട്ട് ഇവിടെ ഒട്ടിച്ചേക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്ന് SS നൊമാഡിക്. പിന്നെയാണ് ബിഗ് ഫിഷ് ഐഡിയയിൽ വന്നു. നമ്മൾ വീണ്ടും പോകുന്നു. അയ്യോ മിസ്സായിപ്പോയി. അയ്യോ അത് പോയി, ഇത് പോയി, ഇത് പോയി. ഇപ്പോൾ നമ്മളെവിടെ വന്ന് ജെയ്ഫ് മെമ്മോറിയൽ ഫൗണ്ടെയിൻ, വിക്ടോറിയ സ്ക്വയറിൻ്റെ അടുത്ത്. പിന്നെ നമ്മൾ പോവാ ജോയ് സ്ട്രീറ്റ്. നമ്മൾ പിന്നെ നമ്മളവിടെ നിന്ന് അൾസ്റ്റർ മ്യൂസിയത്തിൽ വന്നു. ഇവിടെ ഒരു പിന്നെ നമ്മൾ അടുത്ത് പോകുന്നു. പിന്നെ നമ്മൾ ഇവിടെ ഹെഡ് ചെയ്യുന്നു. അപ്പോൾ ഇതെവിടെയാണ് അടുത്ത വരുന്നത്? ദി പാം ഹൗസ് ബൊട്ടാനിക് ഗാർഡൻസ്. പിന്നെ നമ്മൾ പോകുന്നു ഇവിടെ ഹെഡ് ചെയ്യുന്നു. അയ്യോ അത് പോയി മിസ്സായിപ്പോയി. പിന്നെ അയ്യോ മിസ്സായി. അപ്പോൾ നമ്മളെവിടെ വന്നു? ക്ലിൻറ്റൺ ഹൗസിൽ വന്നു. ഇനി നമ്മൾ ഇവിടെ പോയി ഇവിടെ ക്ലിക്ക് ചെയ്തു. ക്രെംലിൻ ഗോൾഡ് അടുത്ത് വന്നു. അപ്പോൾ ഇവിടെ വന്നേപ്പം ക്രെംലിൻ റോഡ് ഗോൾഡിൻ്റെ അടുത്ത് വന്നു. ഇനി നമ്മൾ മുമ്പോട്ട് പോയി എക്സ്പ്ലോർ ചെയ്യുവാണ്. ഇവിടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നു. അയ്യോ അപ്പോൾ ഇവിടെ വന്നപ്പം ഇപ്പോൾ സോ വേർ വി ഹാവ് കൊണാർഡ് മൊണാസ്ട്രി. ഇനി നമ്മൾ മുമ്പോട്ട് പോകുന്നു, ഹെഡ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ നിൽക്കുന്നു. നമ്മളിവിടെ വന്നേ റൈസ് കൾച്ചർ. ഇനി നമ്മൾ മുമ്പോട്ട് പോകുന്നു. ഇവിടെ ഹെഡ് ചെയ്യുന്നു. ഇവിടെ ഹെഡ് ചെയ്യുന്നു. അയ്യോ അത് പോയി. വെൽ ഡൺ. അപ്പോൾ നമ്മൾ എൻ്റെ സ്ക്വയർ എത്ര എന്ന് പറയും? എൻ്റെ സ്കോർ 51 സ്കോർ 51. 61 ഹൈറ്റ് ടൈം സ്ക്വയർ. പക്ഷേ എൻ്റെ സ്കോർ 51. കണ്ടോ? ബെൽഫാസ്റ്റ് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്തതാണ്. അപ്പോൾ ഈ കാണുന്ന ഇത് കണ്ടോ? ഇവിടെയൊക്കെയാണ് നമ്മൾ പോയ സ്ഥലങ്ങൾ. അതിൻ്റെ ഒരു ചെറിയ ഫോട്ടോ ഉണ്ട് ഇട്ടേക്കുന്നത്. സ്കോർ ചെയ്ത ഫോട്ടോസാണ്.
Over your hand or a landmark on the map to below find out more. ചുമ്മാ രസമാണ്. ഇത് ഇവിടെ വരുമ്പോൾ AR എന്ന് പറഞ്ഞ ഒരു സിസ്റ്റമാണ്, ഓഗ്മെന്റഡ് റിയാലിറ്റി. ജസ്റ്റ് നിങ്ങൾക്കൊരു അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നല്ല രസമാണ് അത് കളിക്കാൻ. ഇതൊരു പെയിൻറ്റിംഗ് ആണ്. 1921 വടക്കൻ അയർലൻഡ് പാർലമെൻറ്റിൻ്റെ സംസ്ഥാന ഉദ്ഘാടനം. ഇത് വരച്ചത് വില്യം കോണറാണ്. അദ്ദേഹം ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹമാണ് ഈ ചിത്രം വരച്ചത്. ഇവിടെ എഴുതിയിരിക്കുന്നത് 1921 ജൂൺ 22 ബെൽഫാസ്റ്റ് സിറ്റി ഹാളിലെ കൗൺസിൽ ചേംബറിൽ വെച്ച് ആദ്യത്തെ വടക്കൻ അയർലൻഡ് പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനം വരയ്ക്കാൻ രാജാവ് ജോർജ് അഞ്ചാമൻ വിശിഷ്ട കലാകാരനായ വില്യം കോണറിനെ നിയമിച്ചു. അതാണ് ഇവിടെ പറയുന്നത്. ഒന്നാം ലോകമഹായുദ്ധത്തിൽ ബെൽഫാസ്റ്റിലെ വളണ്ടിയർമാരെ, പ്രത്യേകിച്ച് അൾസ്റ്റർ വോളണ്ടിയർ ഫോഴ്സിൽ UVF നിന്നുള്ളവരെ, ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പ്രതിരോധിക്കാനുള്ള ആഗ്രഹം, യുദ്ധം ഒരു ന്യായമായ ലക്ഷ്യമാണെന്ന വിശ്വാസം, ശക്തമായ കടമയും സാഹസികതയും എന്നിവയുൾപ്പെടെ സങ്കീർണമായ ഘടകങ്ങളാൽ പ്രചോദിപ്പിക്കപ്പെട്ടു. പലർക്കും സൗഹൃദത്തിന്റെ വാഗ്ദാനവും സൈന്യത്തിൽ സ്വയം തെളിയിക്കാനുള്ള അവസരവും സ്വാധീനം ചെലുത്തി. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ബെൽഫാസ്റ്റ് ഹോൾ ഓഫ് ഫെയിം ആണ്. ഇൻ്റർനാഷണൽ അച്ചീവേഴ്സ് സ്പോർട്ടിംഗ് ചാമ്പ്യൻസ്. ഇൻ്റർനാഷണൽ അച്ചീവേഴ്സ് ഒക്കെയാണ് ഇവിടുത്തെ ഈ ഹോളിൽ മ്യൂസിക്കിൽ കാണിച്ചിരിക്കുന്നത്. ഇത് അച്ചീവേഴ്സ് അത് പേര് എഴുതിയിട്ടുണ്ട്. തോമസ് ലോർഡ് ഹാഗൻ, വില്യം തോംസൺ ഇവരുടെ അച്ചീവേഴ്സാണ്. അയാളുടെ പേരെന്താ? ലോർഡ് കെൽവിൻ, ചെയിൻ ഹെർസോ. ഇൻ്റർനാഷണൽ അച്ചീവേഴ്സാണ്. അതിനെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും ഉണ്ട്. ഇതെല്ലാം എനിക്ക് വായിച്ചു പോകാൻ പറ്റത്തില്ല. നിങ്ങൾ വരുവാണെങ്കിൽ ഇതൊക്കെ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വന്ന് ഇവിടെ കണ്ട് പോവാം, വായിച്ചു പോകാം. ഇൻഫർമേഷൻ ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ഒരു ഫോട്ടോസൊക്കെ എടുക്കാം. ആരാണെന്ന് തോന്നുന്നു ഭയങ്കര ഇൻഫോർമേറ്റീവാണ്. ഇവരെന്താണ് ചെയ്തിരിക്കുന്നതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് പഠിക്കുന്ന റിസർച്ച് ചെയ്യുന്ന പിള്ളേർക്കൊക്കെ ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരിക്കും.
പിന്നെ ഇവിടെ ഈ സ്പോർട്സാണ് സ്പോർട്ടിംഗ് ചാമ്പ്യൻസ് സ്നൂക്കറിൻ്റെ ആളാണ് അലക്സ് ഹിഗിൻസ്. From all of the front and found many of them, of course, made the trip to New York, cards ultimately in Just take it together. ഇതൊക്കെ സോക്കേഴ്സിൻ്റെ ആൾക്കാർ. ചെസ്, റഗ്ബി, സോക്കേഴ്സ് അങ്ങനത്തെ പേര് വെച്ചിട്ട് അന്നത്തെ ആൾക്കാരുടെ സ്പോർട്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ പറയുന്നത്. മൈക്കിൾ ഗിബ്സൺ MP അയാൾ എന്താ ചെയ്തത്? മൈക്കിൾ ഗിബ്സൺ ഒരു റഗ്ബി പ്ലെയറാണ്. അയാൾ 69 ക്യാപ്പ് ഫോർ ഐലൻഡ്സ് റഗ്ബി യൂണിയൻ ടീം ബിറ്റ്വീൻ 1964 and 1979 which stood as a record for 26 years. സ്പോർട്ടിംഗ് ചാമ്പ്യനാണ്. ഇത് ചെസ്സാണ്. ചെസ്സിൻ്റെ ആരാണ്? അലക്സാണ്ടർ മക്ഡോണാൾഡ്. ഒരു ഐറിഷ് ചെസ് മാസ്റ്ററാണ്. സ്പോർട്ടിംഗ് ചാമ്പ്യൻ ഹോഴ്സ് റേസിംഗ്. ഹോഴ്സ് റേസിംഗ് ആണ്. ഇയാളുടെ പേര് റിച്ചാർഡ് ഡൺവുഡി. ഇയാളിനെ കുറിച്ച് പറയുന്നുണ്ട്. He established himself as one of the all-time greats of national hunt racing and 3 times champion jockey. 1099 winner in his career. All-time champion ആണ് റിച്ചാർഡ് ഡൺവുഡി. അങ്ങനെ സ്പോർട്ട് അച്ചീവേഴ്സ്, സ്പോർട്ടിംഗ് ചാമ്പ്യൻസ് ഇവിടെയാണ് കണ്ടത് ഈ ഹോളിൽ. അടുത്ത വരുന്നത് നമ്മുടെ ലോറേറ്റസ് ഓഫ് ദി ആർട്സ്. ഇതൊക്കെ ആർട്സിൻ്റെ ആൾക്കാരാണ്. ഓക്കെ. ആർട്ടിൻ്റെ ആൾക്കാർ ആരൊക്കെയാണെന്നുള്ള സർ ജോൺ ലാവറി, പോൾ ഹെനറി ഉണ്ടോ? ഇവരൊക്കെ ആർട്ടിൻ്റെ ആൾക്കാരാണ്. ബെൽഫാസ്റ്റിൻ്റെ ആർട്ട് നോർത്തേൺ അയർലൻഡിലെ ഒരു സെലിബ്രിറ്റി ആർട്ട് ആണ്. ലോറേറ്റ്സ് ഓഫ് ദി ആർട്ട്. എന്താണ്? സൺ ഓഫ് റോഡ് അയൺ വർക്കേഴ്സ് റിമെമ്പേർഡ് ഫോർ ഹിസ് അഫെക്ഷനേറ്റ് ഡിവിഷൻ ഓഫ് വർക്കിംഗ് ക്ലാസ് ലൈഫ് ഓഫ് ഹിസ് നേറ്റീവ് സിറ്റി. ആർട്ട് ബിക്കമിങ് എ കൊമേഴ്ഷ്യൽ ആർട്ടിസ്റ്റ് വിത്ത് ഡേവിഡ് ആൻഡ് സൺസ് അലോങ് വിത്ത് ബെൽഫാസ്റ്റ് ഫോം ആൻഡ് ലിറ്റോഗ്രാഫേഴ്സ്. അപ്പം അതിനെക്കുറിച്ചാണ് ഇവിടെ എല്ലാം. ലിറ്ററേച്ചർ ലിറ്ററേച്ചർ ആരൊക്കെയാണെന്നുള്ളത്, അതിനെക്കുറിച്ചുള്ള ആൾക്കാരുടെ പേരും പിന്നെ വിവരങ്ങളും ഒക്കെയാണ് ഇവിടെ എഴുതിയേക്കുന്നത്. നിങ്ങളൊന്ന് വന്ന് ഇവിടെ നിന്ന് വരേണ്ടതാണ്. ഇതൊന്നും എപ്പോഴും കിട്ടുന്ന ഒരു അവസരമൊന്നുമല്ല. ഇത് ഭയങ്കരമായിട്ടുള്ള ഇൻഫോർമേഷനാണ്. റിയലി ഇൻഫോർമേറ്റീവ്. അറിയാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് കാണേണ്ടതാണ്. കുറച്ച് നോട്ട്സൊക്കെ എഴുതാം. ഒരു ബുക്കുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നോട്ടൊക്കെ എഴുതി വെക്കാം, അല്ലെങ്കിൽ ഒരു ഫോട്ടോസൊക്കെ എടുക്കാവുന്നതാണ്. ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത ജനറേഷൻസിന് വരെ, ഇനി ഫ്യൂച്ചർ ജനറേഷൻസിന് വരെ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങളെല്ലാവരും ബെൽഫാസ്റ്റ് ഇപ്പോൾ പോകുമ്പോൾ കാണുന്നുണ്ടല്ലോ. ഇതിൻ്റെ പേരൊന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഇതിൻ്റെ പേരാണ് ദ റൈസ്. അപ്പോൾ അതിനെക്കുറിച്ചല്ല, നിങ്ങൾ ബെൽഫാസ്റ്റ് സിറ്റി കൂടെ യാത്ര ചെയ്യുമ്പം പിന്നെ അണ്ടർപാസിൻ്റെ മേളിൽ കാണുന്ന
ഈ ഈ സ്ട്രക്ചറിൻ്റെ പേരാണ് ദ റൈസ്. അപ്പോൾ ഇത് എന്തിനാണ് റൈസ് എന്ന് പറയുന്നുള്ളത് ഇവിടെ ഉണ്ട്. കണ്ടോ, ബ്രോഡ്വേ റൗണ്ട് അബൌട്ട് 2011 നോർത്തേൺ ഐർലൻഡ്സ് ലാർജസ്റ്റ് പബ്ലിക് ആർട്ട് വർക്ക്. റൈസ് symbolizes a new era for Belfast and hope for the city's future. അതിനുവേണ്ടിയാണ്, അതിനെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ബെൽഫാസ്റ്റ് ഈസ് ടേണിംഗ് പോസ്റ്റ് ഇൻഡസ്ട്രിയലിസം ഇൻടു എ വൈബ്രന്റ് ആൻഡ് സക്സസ്ഫുൾ ന്യൂ എറ. ഉണ്ടോ? ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ചിത്രം അത് നമ്മുടെ ഈ രണ്ടാം മഹാലോക യുദ്ധ സമയത്ത് ഹാലിഫാക്സ് വിമാനം പ്രവർത്തിപ്പിക്കുന്ന 502 അൾസ്റ്റർ സ്ക്വാഡൻ 1941 മുതൽ 1945 വരെ നോർവേയ്ക്കും ഡെൻമാർക്കിനും ഇടയിലുള്ള കടൽ പ്രദേശമായ സ്കാഗറിക്കിൽ ശത്രു കപ്പലുകൾക്ക് നേരെ നിരവധി രാത്രി ആക്രമണങ്ങൾ നടത്തിയ ചിത്രമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, US ട്രൂപ്സ് അറൈവ് ഇൻ ബെൽഫാസ്റ്റ്. അത് നമ്മുടെ US സോൾജേഴ്സ് നോർത്തേൺ അയർലൻഡിൽ എത്തിയുള്ള ഒരു ഇൻഫോർമേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഏതാണ്ട് 10,000 സോൾജേഴ്സാണ് നോർത്തേൺ അയർലൻഡിൽ എത്തിയത്. പിന്നെ ഒരു ചിത്രമുണ്ട്, സീമസ് ഹെനൈ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ, ദെൻ കംസ് പോസ്റ്റ് വാർ സിറ്റി റീജനറേഷൻ. ഇങ്ങനെയുള്ള ചിത്രങ്ങളും ഇൻഫോർമേഷൻസ് എല്ലാം ഇവിടെ ഉണ്ട്. ഇത് കുറേ ഉണ്ട്, അതുകൊണ്ട് എല്ലാം വായിച്ച് തരാനൊന്നും പറ്റില്ല. ഇത് അവിടെ വന്ന് തന്നെ കാണുന്നതാണ് ഏറ്റവും നല്ലത്. ഇതാണ് റിഫ്ലക്ഷൻ സ്പേസ്. ഇവിടെ ബെൽഫാസ്റ്റിൻ്റെ സങ്കീർണമായ ചരിത്രത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ദി ട്രബിൾസ് എന്ന അറിയപ്പെടുന്ന കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഈ സ്ഥലം സന്ദർശകരെ ക്ഷണിക്കുന്നു. വ്യക്തിഗത കഥകളിലൂടെയും ചരിത്ര സന്ദർഭങ്ങളിലൂടെയും നഗരത്തിൻ്റെ ഊർജ്ജസ്വലമായ ജീവിതത്തിൻ്റെ ഇടയിൽ സമാധാനത്തിൻ്റെ ഒരു നിമിഷം പ്രതിഫലന ഇടം പ്രദാനം ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് ഓരോ ആൾക്കാരും എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കാണാം. അവരനുഭവിച്ച വേദനകൾ, പ്രയാസങ്ങൾ എല്ലാം ഇവിടെ തന്നെ നമുക്ക് കാണാം. ഇവിടെ കുറച്ച് കാർട്ടൂണുകൾ കൊടുത്തിട്ടുണ്ട്. ഹോം റൂൾ ഫോർ അയർലൻഡ്, അൾസ്റ്റേഴ്സ് ഓപ്പോസിഷൻ ഗ്രൂപ്പ്സ്. ഹോം റൂൾ ഫോർ അയർലൻഡിന് അയർലൻഡ് റൂൾ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൽ കുറച്ച് ഒരു പാർട്ടികളുണ്ട്, അൾസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അവർക്ക് ഇത് എതിരാണ്. ഈ കാണുന്നതാണ് അത് കോവനന്റ് ടേബിൾ. ഈ കോവനന്റ് ടേബിളിനെ കുറിച്ച് പറയുന്നത്, ഇവിടെ ഈ സമയത്ത് യൂണിയൻ പതാക കൊണ്ട് പൊതിഞ്ഞ് ഈ വൃത്താകൃതിയിലുള്ള മേശ 1912 സെപ്റ്റംബർ 22 സർ എഡ്വേർഡ് കാർസൺ ആദ്യമായി അൾസ്റ്റർ ഉടമ്പടിയിൽ ഒപ്പുവെച്ച സ്ഥലമായിരുന്നു. ഇത് വടക്കൻ അയർലൻഡിന്റെ ചരിത്രത്തിൽ ഒരു നിർണായക നിമിഷത്തെ അടയാളപ്പെടുത്തുന്നു.
ദി അൾസ്റ്റർ കോവനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാൻ ഷോർട്ടായിട്ട് ഒരു പറഞ്ഞുതരാം. ഈ ഡബ്ലിൻ ഒരു ഹോം റൂൾ പാർലമെൻറ്റ് സ്ഥാപിക്കുന്നതിന് എതിർക്കുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു അൾസ്റ്റർ ഉടമ്പടി. ദി അൾസ്റ്റർ കോവനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി അൾസ്റ്റർ ഉടമ്പടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ പൂർവികർ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുണ്ടോ? ഇവിടെ ആർക്കൈവ് തിരയുക. ഇവിടുത്തെ ആൾക്കാരുടെ പൂർവികർക്ക് ആരെങ്കിലും ഈ കോവനന്റ് ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ ആർക്കൈവിൽ തിരഞ്ഞാൽ അവർക്ക് കിട്ടും. അതാണ് ഇവിടെ കാണുന്നത്. അതേപോലെ ബെൽഫാസ്റ്റ് സിറ്റി ഹാളിൽ വെള്ളിപ്പേന ഉപയോഗിച്ച് ഉടമ്പടിയിൽ ഒപ്പുവെച്ച ആദ്യ വ്യക്തി സർ എഡ്വേർഡ് കാർസൺ ആയിരുന്നു. തുടർന്ന് പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ പ്രതിനിധികളായ ലണ്ടൻഡറിയിലെ 6ാമത്തെ മാർക്വസ്, അയർലൻഡിലെ മുൻ ലോർഡ് ലഫ്റ്റനന്റ്, തുടർന്ന് സർ ജെയിംസ് ക്രീഗ് എന്നിവരും ഒപ്പിട്ടു. ഇവിടെ പറയുന്ന അൾസ്റ്റർ ദിനത്തിൽ നഗരത്തിലെ ഫാക്ടറികൾ നിശബ്ദവും ശൂന്യവുമായി. 11 മണിക്ക് 100-ലധികം പള്ളികളിലായി സഭകൾ ഒത്തുകൂടി. ബെൽഫാസ്റ്റ് സിറ്റി ഹാളിന് പുറത്ത് പൗരന്മാർ കൂട്ടത്തോടെ ഒത്തുകൂടി പ്രതിരോധ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ഇവിടെ ഒത്തിരി ഫണ്ണി കാർട്ടൂൺസ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പറയുന്നത് 1912 മുതൽ 1914 വരെ ഹൗസ് ഓഫ് ലോർഡ്സ് പരാജയപ്പെട്ടതിനെ തുടർന്ന് പാർലമെൻറ്റ് ആക്ടിന് കീഴിലുള്ള 3ാമത്തെ ഐറിഷ് ഹോം റൂൾ ബിൽ പാസാക്കി. ഗവൺമെൻറ് ഓഫ് അയർലൻഡ് ആക്ട് 1914 എന്ന പേരിൽ രാജകീയ സമ്മതത്തോടെ, പക്ഷേ 1ാം ലോക മഹായുദ്ധത്തിൻ്റെ ഇടപെടലും ഡബ്ലിനിലെ ഈസ്റ്റർ റൈസിംഗ് കാരണം ഒരിക്കലും പ്രാബല്യത്തിൽ വന്നില്ല. ഈ ചുമരിൽ എഴുതിയിരിക്കുന്നത് 1914 1ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ അന്താരാഷ്ട്ര തലത്തിൽ ആശങ്കകൾ വർദ്ധിച്ചതോടെ ഐറിഷ് ഹോം റൂൾ നടപ്പാക്കുന്നത് മാറ്റിവെച്ചു. ഈ ചുമരിൽ രണ്ട് വ്യക്തികളുടെ ഫോട്ടോകൾ കാണാം. ഇടത്തെ വശത്തെ വ്യക്തിയുടെ പേരാണ് ജോൺ റെഡ്മോണ്ട്. 1914 ഐറിഷ് പാർലമെന്ററി പാർട്ടിയുടെ നേതാവ് ജോൺ റെഡ്മോണ്ട് ബ്രിട്ടീഷ് സൈന്യത്തിൽ ചേർന്നതുകൊണ്ട് ബ്രിട്ടീഷ് യുദ്ധ ശ്രമത്തെ പിന്തുണയ്ക്കാൻ ഐറിഷ് വോളണ്ടിയർമാരെ പ്രേരിപ്പിച്ചു. അൾസ്റ്റർ വോളണ്ടിയർമാരെ കുറിച്ച് സർ എഡ്വേർഡ് കാർസൺ. ആഭ്യന്തര പ്രതിരോധത്തിനായി സേവനം നൽകാൻ അൾസ്റ്റർ വോളണ്ടിയർമാരുടെ ഒരു വലിയ സംഘം സന്നദ്ധരുമായിരിക്കും. കൂടാതെ പലരും ആവശ്യമുള്ളിടത്ത് സേവനം അനുഷ്ഠിക്കാൻ സന്നദ്ധരുമായിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ കുറേ ഫണ്ണി കാർട്ടൂൺ ചിത്രങ്ങളുണ്ട്. ഇതെല്ലാം
ഹോം റൂളിന് എഗൻസ്റ്റ് ആയിട്ടുള്ള കാർട്ടൂൺ ചിത്രമാണ്. നോ ഹോം റൂൾ. ഹാൻഡ്സ് അപ്പ് എഗൻസ്റ്റ് ഹോം റൂൾ. ഹോം റൂൾ വേണ്ട എന്നുള്ള എല്ലാത്തിനും നോ പറയുന്ന ഒരു ഫണ്ണി ചിത്രങ്ങളാണത്. ഇവിടെ ഒരു പഴയകാല വീഡിയോ ചിത്രം കാണിക്കുന്നത് അൾസ്റ്റർ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്ന ഓരോ പൊളിറ്റീഷ്യൻസ്. ആ ടേബിൾ ഓർമ്മയുണ്ട്, മുമ്പ് ഞാൻ കാണിച്ച ടേബിളില്ലേ, ആ ടേബിളെ വെച്ചാണ് അവർ ഒപ്പിടുന്നത്. ഇതാണ് ബെൽഫാസ്റ്റ് ആൻഡ് ദ ബ്ലിറ്റ്സ്. നമ്മുടെ ഈ ബെൽഫാസ്റ്റ് സിറ്റി ഹോളിൻ്റെ മേൽവശം കണ്ടു, ബോംബ് വീണ ശേഷം ആ മേൽക്കൂര എല്ലാം പൊളിഞ്ഞുപോയി. അതിൻ്റെ ചിത്രമാണ് ഇവിടെ കാണിക്കുന്നത്. ജർമ്മൻ ബോംബേഴ്സ് ആണ് അത് ചെയ്തത്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് നഗര വ്യവസായം യുദ്ധകാലാടിസ്ഥാനത്തിൽ ആയിരുന്നു, എന്നാൽ കോർപ്പറേഷനും സർക്കാരും ഒരുപോലെ കരുതിയത് ബെൽഫാസ്റ്റ് ജർമ്മൻ വ്യോമസേനയുടെ ലക്ഷ്യമാക്കാൻ വളരെ അകലെയാണെന്നാണ്. എന്നാൽ 1941 ഏപ്രിൽ 7-8 രാത്രിയിൽ ജർമ്മൻ ബോംബർ വിമാനങ്ങളുടെ ഒരു സ്ക്വാഡ്രൺ ഹാർലൻഡ് ആൻഡ് വുൾഫ് കപ്പൽ ഷിപ്പ്യാർഡിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്തി. 13 പേരെ കൊന്നു. അങ്ങനെ സുരക്ഷയുടെ മിഥ്യാധാരണ ഇല്ലാതാക്കി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് ഏപ്രിൽ 15-16 തീയതികളിൽ രാത്രിയിൽ 180 ജർമ്മൻ ബോംബർമാർ തിരിച്ചെത്തി. ഒരു ചെറിയ സംരക്ഷിത നഗരത്തിൽ 5 മണിക്കൂർ നീണ്ടുനിന്ന സ്ഫോടനങ്ങൾ, ഉയർന്ന സ്ഫോടന വസ്തുക്കൾ, തീപിടുത്ത ബോംബുകൾ, ലാൻഡ് മൈനുകൾ എന്നിവ വർഷിച്ചു. 900-ലധികം പൗരന്മാർ കൊല്ലപ്പെടുകയും 1600 വീടുകൾ നശിക്കപ്പെടുകയും ചെയ്തു. അവയിൽ പലതും നഗരത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള ജനസാന്ദ്രതയുള്ള തെരുവുകളായിരുന്നു. വ്യാവസായിക ബെൽഫാസ്റ്റും യുദ്ധശ്രമങ്ങളും. 1939 യൂറോപ്പിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ ബെൽഫാസ്റ്റ് ആയുധ നിർമ്മാണത്തിൽ തിരക്കിലായി. 1930കളിൽ യുണൈറ്റഡ് കിങ്ഡത്തിലെ പുനർനിർമ്മാണം നഗരത്തിന് 10,000 പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു വിമാന വ്യവസായം നേടിക്കൊടുത്തു. ഇംഗ്ലണ്ടിലെ ഷോർട്ട് ബ്രദേഴ്സ് ഹാർലാൻഡും വുൾഫും ചേർന്ന് ഹാർലാൻഡ് നിർമ്മാണ ബോംബറുകളും ഗതാഗത വിമാനങ്ങളും സൃഷ്ടിച്ചു.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബെൽഫാസ്റ്റ് സിറ്റി ഹാളിനെ കുറിച്ച്. ഈ സിറ്റി ഹാളിൽ 16 ഹോളുകളുണ്ട്. 16 ഹോളിലാണ് അവർ എക്സിബിഷൻ വെച്ചിരിക്കുന്നത്. നമ്മുടെ ബെൽഫാസ്റ്റിൻ്റെ ചരിത്രവും ബെൽഫാസ്റ്റ് ഇപ്പോൾ എങ്ങനെയാണെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഡോക്യുമെൻ്റ് ചെയ്ത് ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യമുള്ളവരെല്ലാവരും വന്ന് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ്. ബെൽഫാസ്റ്റിൻ്റെ ചരിത്രവും ബെൽഫാസ്റ്റ് എങ്ങനെയാണ് വേൾഡ് വാറിൽ പങ്കെടുത്തതും അവർ ഇൻഡസ്ട്രിയലൈസേഷൻ എങ്ങനെയാണെന്നുള്ളതും എല്ലാ ഡീറ്റെയിൽസും, പിന്നെ ബെൽഫാസ്റ്റ് എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടതും ബെൽഫാസ്റ്റ് എങ്ങനെയാണ് ബ്രിട്ടൻ്റെ കീഴിലായതും എന്ന് പറഞ്ഞുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഡോക്യുമെൻ്റ് ചെയ്ത് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സമയം കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഇവിടെ വരേണ്ടതാണ്. സാറ്റർഡേയിൽ ആൻഡ് സൺഡേയിലും 12 മണിക്കാണ് എക്സിബിഷൻ ഓപ്പൺ ചെയ്യുന്നത്. ബാക്കി എല്ലാ ദിവസങ്ങളൊക്കെ നോർമൽ ഡേയ്സിലൊക്കെ 9 to 5 ആണ്. അപ്പോൾ നിങ്ങൾക്ക് വന്ന് ഫ്രീ ആണ്, പൈസയൊന്നും കൊടുക്കണ്ട, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾക്ക് വന്ന് എക്സിബിഷൻ കണ്ടിട്ട് പിന്നെ സ്പെഷ്യലി റിസർച്ചൊക്കെ ചെയ്യുന്ന പിള്ളേരാണെങ്കിൽ ഇവിടെ വന്ന് ഇത് കാണുന്നത് നല്ലതായിരിക്കും. ഇൻഫർമേഷൻസൊക്കെ ചെയ്യാവുന്നത് വളരെ ഇൻഫോർമേറ്റീവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.